ഭരണം നഷ്ടമായതോടുകൂടി പിണറായി വിജയനെയും കുടുംബത്തെയും വേട്ടയാടുകയാണ് ഇപ്പോൾ ഇ ഡി. വമ്പൻ നീക്കങ്ങളാണ് ഇ ഡി നടത്തുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ്. അതിലേറ്റവും പ്രധാനം പിണറായി വിജയന്റെ മകളും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ ടി വീണയുമായി ബന്ധപ്പെട്ട കേസിൽ ചില സുപ്രധാന നീക്കങ്ങളിലേക്ക് ഇ ഡി കടക്കുന്നു എന്ന വിവരം പുറത്തേക്ക് വരുന്നു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിക്ക് ബന്ധമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ ഷെൽ കമ്പനിയാണ് എന്ന ചില സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന കമ്പനിക്ക് ഓഫീസില്ല. 2023 രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ മേൽവിലാസത്തിലും ദുരൂഹതയുണ്ട്. ഇത് മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന കമ്പനിയാണ് എന്നാണ് രേഖകളിൽ ഉള്ളത്. കമ്പനിയുടെ മറ്റൊരു പാർട്ട്ണറായ അനീസ് കൊടുമ്പിയാത്ത് അറക്കലിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഇ ഡി നീക്കം നടത്തുകയാണ്. ലേക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ അക്കൗണ്ടിലെ 15.57 ലക്ഷം രൂപ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ മരവിപ്പിച്ചിരുന്നു. കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇ ഡി. കഴിഞ്ഞ ദിവസം CPM നേതാവിന്റെ വീട്ടിലടക്കം 8 ഇടങ്ങളിൽ ഇ ഡി പരിശോധന നടത്തിയിരുന്നു. വീണാട്ടിയും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് പരിശോധന നടന്നത്. മെയ് 27 വീണാട്ടിയുടെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇ ഡി ഒരു ഡയറി പിടിച്ചെടുത്തിരുന്നു. ഈ ഡയറിയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളുടെ ചില വിവരങ്ങൾ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിഖിൽ, നന്ദുലാൽ, ഷൈജൽ, ഫെജാസ് അടക്കം 7 പേരുടെ പേരുകളാണ് ഈ ഡയറിയിൽ ഉണ്ടായിരുന്നത്. ഇവർ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളാണ് എന്ന് മനസ്സിലാക്കിയതോടെയാണ് വീണയും റിയാസിന്റെ സുഹൃത്തുക്കളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ പരിശോധനയിലേക്ക് ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണം കടക്കുന്നത്. എന്തായാലും വീണ ടിക്ക് കുരുക്കു മുറുകുന്നു എന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. ഒപ്പം മുൻ മന്ത്രിയായിട്ടുള്ള ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള PM മുഹമ്മദ് റിയാസിന് കൂടി ഇ ഡി കുരുക്കൊരുക്കുന്നുണ്ട് എന്ന വിവരം പുറത്തു വരുന്നു. കേസിൽ മുഹമ്മദ് റിയാസിനെ കൂടി ഉൾപ്പെടുത്താനും മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും ഇപ്പോൾ തള്ളിക്കളയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും വലിയ നീക്കങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്.